ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നത് ഒരു 36 ഇഞ്ച് അരവണ്ണമുള്ള, അതായത് വേസ്റ്റ് വണ്ണമുള്ള ഒരു ബ്ലൗസാണ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ കൈയാണ് ഞാൻ വെട്ടുന്നത്. ഇത് പിന്നെ സാരി വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ കൈവണ്ണം നമ്മൾ ഉദ്ദേശിക്കുന്ന കൈവണ്ണം കിട്ടൂല. അതായത് 36 ഇഞ്ച് വേസ്റ്റ് വണ്ണമുള്ള ഒരു ബ്ലൗസിന് 36ന്റെ 4 9 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. പക്ഷേ ഇവിടെ നമുക്ക് 8 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ നമ്മൾ ഇതിൽ ഒരു തുണി ചേർത്തടിച്ചാലേ നമുക്ക് കൈ കറക്റ്റിന് വണ്ണം കറക്റ്റാക്കി വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഇങ്ങനെ സാരി പീസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാറുണ്ട്. പിന്നെ കൈക്കുഴി ഏത് ബ്ലൗസ് ആയാലും നമ്മൾ 3 തന്നെയാണ് എടുക്കുന്നത്. എത്ര ലെങ്തിലാണെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ആ ലെങ്തും പിന്നെ ആ ലെങ്തിന്ന് കൈക്കുഴിയിലേക്ക് നമ്മൾ 3 ഇഞ്ച് എടുത്ത കൈക്കുഴിയിലേക്ക് ഒരു ചരിച്ചൊരു വര വരയ്ക്കുക, ഒരു കോണ് പോലെ ഒരു വര വരയ്ക്കുക. അതിൻ്റെ സെന്റർ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ക്കുക. അതുപോലെ നമ്മൾ അവിടെ 2 ഇഞ്ച് ആണ് സ്ട്രെയിറ്റ് എടുക്കുന്നത്. ആ സ്ട്രെയിറ്റിന്ന് താഴെ നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തിയെടുത്തോട്ട് കുഴിച്ചാണ് നമ്മൾ കൈവണ്ണം വെട്ടുന്നത്. അതായത് നമ്മൾ ബേക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് വെട്ടുന്നത്. ഒരേ കുഴി ഇതിന് വരും, ഒരേപോലെ തന്നെയാണ് വെട്ടുന്നത്. ഇതിൽ സൈഡ് പീസ് വെച്ചടിക്കാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അല്പം മേലോട്ട് കയറ്റി വെട്ടിയിരിക്കുന്നത്. സൈഡ് പീസ് വെച്ചടിച്ചിട്ട് വേണം പിന്നീട് നമുക്ക് വെട്ടാം. കൈ വെട്ടി. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വെട്ടിയെടുക്കാം. ബാക്ക് നമുക്കിതൊരു ഒരു കളം തുണി ആയതുകൊണ്ട് ഇത് കുറുകയോ നെടുകയോ എങ്ങനെ വേണമെങ്കിലും വെച്ച് വെട്ടാം. വണ്ണം ഉള്ളവർക്ക് കുറുകെ വെട്ടിയാൽ വണ്ണം കൂടുതൽ തോന്നിക്കും. നീളത്തിനുള്ള വശത്താണ് വെട്ടുന്നതെങ്കിൽ അങ്ങനെ തോന്നിക്കില്ല. അപ്പൊ ഇത് അത്യാവശ്യം വണ്ണമുള്ള ആളിനെ ആയതുകൊണ്ട് ഇതിന്റെ വണ്ണം കണ്ടു 36 ഇഞ്ച്. ആദ്യം നമുക്ക് ഈ ബ്ലൗസിന്റെ വണ്ണമൊക്കെ ഒന്ന് അളക്കാം. 36 ഇഞ്ച് വണ്ണം, ഇടുപ്പ് വണ്ണം 36 ഇഞ്ചാണ്, അതായത് വേസ്റ്റ് വണ്ണം. പിന്നെ അതിന്റെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം. ഈ ബ്ലൗസിൽ കൈ കപ്പ് വെച്ച കൈയൊക്കെയാണ്, അതുകൊണ്ട് മറ്റേ ബ്ലൗസിൽ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ബ്ലൗസിന്റെ നീളമൊന്നും ഇതിൽ അളക്കാഞ്ഞത്. കഴുത്ത് സ്ട്രെയിറ്റ് നീളം നമ്മൾ അളന്നു. എത്രയാണ്? 17 ഇഞ്ച് എടുത്ത് വെട്ടണം. 16.5 ഇഞ്ചുണ്ട്. കഴുത്ത് 11 ഇഞ്ചുണ്ട്. ഒരു ശകലം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 10.5 ബാക്ക് കഴുത്ത് വെട്ടണം. വണ്ണം നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ഇത് കുറുകെ വേണമെങ്കിലും നെടുകെ വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം. ഇത് കളം ആയതുകൊണ്ട് എങ്ങനെ വെട്ടിയാലും കണക്ക് തന്നെ. എന്നാലും ആ വലിയ പീസ് വലിയ, അതായത് മഞ്ഞയാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. അപ്പോഴും അത് നെടുകെ വരത്തക്കവണ്ണം എടുക്കുന്നതാണ് വണ്ണം ഉള്ളവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വണ്ണം തോന്നിക്കും. അപ്പൊ അങ്ങനെ എടുത്തിട്ട് നമുക്കിത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ വണ്ണം 9, അതിന്റെ കൂടെ 3 ഇഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. അതായത് 9 3 ആകുമ്പോൾ 12 ഇഞ്ച് വണ്ണം എടുക്കണം. കറക്റ്റ് 12 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ വെട്ടണം. പിന്നെ ഇറക്കം 16.5 വേണം. അപ്പൊ നമ്മൾ 17 ഇഞ്ച് ഇറക്കം എടുക്കുക. 17 17.5 എടുത്താലും കുഴപ്പമില്ല. 17 ഇഞ്ചാണ് ഇപ്പൊ ഞാൻ ഇതിനെടുക്കുന്നത്. ഇനി ഇതാ കഴുത്ത് 5 ഇഞ്ച് തന്നെ കഴുത്ത്. കാരണം ഇത് ബാക്ക് നല്ല ലെങ്ത് ആണ്. 2 ഇഞ്ച് തന്നെ വെട്ട് വയ്ക്കുകയാണ്. ബാക്ക് ഏകദേശം ഒരു 10.5 ഇഞ്ച് ആണ് ഞാൻ ഇതിന്റെ അളവ് ബാക്ക് ഇറക്കുന്നത്. 10.5 ഇഞ്ച് ഇറക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്. പിന്നെ വൈഡ് ഞാൻ ഇതിന് 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഒരുപാട് വൈഡ് വേണ്ട അവർക്ക്, അതുകൊണ്ട് 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. രണ്ടര ഇഞ്ച് വൈഡിൽ നമ്മളിത് വെട്ടുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു ക്ലാസ്സിന്റെ കാര്യം, അതായത് ബ്ലൗസിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസിന്റെ ക്ലാസ് ഞാൻ തുടങ്ങും. അതായത് തയ്യൽ ക്ലാസ് ഒരു 2-3 എണ്ണം കൂടെ കഴിഞ്ഞിട്ട്. അതിന്റെ ആംഹോൾ നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്.
പലർക്കും സംശയമുണ്ട് എല്ലാത്തിനും 6 ഇഞ്ച് തന്നെ എടുക്കുന്നത് എങ്ങനെ കറക്റ്റ് ആവുമെന്ന്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ ബ്ലൗസിന്റെ ക്ലാസ്, തയ്യൽ ക്ലാസ്സിലും ബ്ലൗസിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതായത് കണ്ടോ, 1 ഇഞ്ചാണ് നമ്മൾ കുഴിച്ചേക്കുന്നത്. 2 സൈഡിൽ നിന്ന് 3 ഇഞ്ച് വീതം എടുത്തിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് താഴോട്ടൊന്നും പോകരുത്, നമ്മൾ സ്ട്രെയിറ്റ് തന്നെ നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് വരച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആംഹോൾ വെട്ടി കഴിയുമ്പോൾ കൈക്കുഴിയൊക്കെ ഒരുപാട് വലുതായി പോകും. അപ്പൊ ഞാൻ ആ ബ്ലൗസിൻ്റെത് ഏകദേശം ഒരു 2 മാസം മാക്സിമം 3 മാസത്തെ ക്ലാസ് ഉണ്ടാവും ബ്ലൗസ് മാത്രം. എല്ലാ ബ്ലൗസിൻ്റെതും എല്ലാ കട്ടിങ്ങും നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ ബ്ലൗസിന്റെ അതെല്ലാം പറഞ്ഞുതരും. അപ്പോൾ അതുപോലെ ഒരു എൻ്റെ ഈ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കണ്ടത് നമുക്ക് പേപ്പർ പാറ്റേൺ വെട്ടാൻ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇറക്കം കൂട്ടണം. പലരും വിചാരിക്കും 1/2 ഇഞ്ച് കൂട്ടിയാൽ എങ്ങനെ, ഒരു മാഡം 1/2 ഇഞ്ച് പറയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂട്ടാന്ന്. പക്ഷെ അങ്ങനെ കൂട്ടിയാൽ നിങ്ങൾക്ക് അളവ് തെറ്റും. കാരണം ഇത് ഞാൻ 6 ഇഞ്ച്, കഴുത്തിന്റെ കാര്യം കൂടെ ഒന്നുകൂടെ പറഞ്ഞുതരാം. 6 ഇഞ്ചാണ് ഞാനിപ്പോൾ കഴുത്തെടുക്കുന്നത്. ചിലർക്ക് 6.5 വേണമെന്ന് പറഞ്ഞു, ചിലർക്ക് 7 വേണമെന്ന് പറഞ്ഞു. എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങളിത് ആദ്യം വെട്ടുന്നത് 6-ൽ തന്നെ വെട്ടണം. 6-ൽ തന്നെ വെട്ടിയിട്ട് പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ കഴുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾഡറൊക്കെ അടിച്ചു കഴിഞ്ഞ് സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. നമ്മൾ പാറ്റേണിൽ നമ്മൾ ഡോട്ട് പോയിന്റ് അടയാളപ്പെടുത്തുന്നു. 11.5 ഇഞ്ചാണ് ഇതിന്റെ ഡോട്ട് പോയിന്റ്. 2.5 ഇഞ്ച് ആണ് ഡോട്ട് പോയിന്റ്. അവിടെ നിന്ന് ഡോട്ടിന്റെ ഇറക്കം. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് വര ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കട്ടിങ്സിന്റെ അളവ് കാണിക്കാനാണ്. ആ വരയിൽ നിന്നാണ് 1.5 ഇഞ്ച് 2 സൈഡിലേക്ക് മുകളിലോട്ട് കയറ്റിയാണ് നമ്മൾ കട്ടിങ്ങിന് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ബ്ലൗസിന്റെ ക്ലാസ് ഇടുമ്പോൾ ബ്ലൗസ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ അതിൽ ജോയിൻ ചെയ്യണം. അതൊരു ചെറിയ പേയ്മെന്റേ വരുള്ളൂ, വലുതായിട്ടൊന്നുമില്ല. ഒരു മാസത്തേക്ക് 100 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു അതിന്റെ പേയ്മെന്റ്. അപ്പോൾ അതിന് നിങ്ങൾ ജോയിൻ ചെയ്താൽ ബ്ലൗസിന്റെ എല്ലാ ക്ലാസ്സും, ബാക്ക് ഓപ്പണും ഫ്രണ്ട് ഓപ്പണും കട്ടോരിയും പ്രിൻസസും പിന്നെ എന്തൊക്കെയാണോ ബ്ലൗസ് തയ്ക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ ബ്ലൗസിന്റെ ക്ലാസ്സിൽ പറഞ്ഞുതരും. കൈ പല സൈസ് കൈ വെട്ടുന്നത് എല്ലാം പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ക്ലാസ് ബ്ലൗസിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയും. എന്തായാലും ഒരു 2-3 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൗസിന്റെ ക്ലാസ് തുടങ്ങും. അപ്പൊ നിങ്ങളത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. നമ്മൾ പാറ്റേൺ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. വരച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദൂരെയൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ പൊങ്കാലയ്ക്ക് പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയ എന്താണെന്ന് അറിയാമോ? ഓരോരുത്തർ ഇട്ടേക്കുന്ന ബ്ലൗസാണ്. ഒരു 80% പേരുടെ ബ്ലൗസും ഷോൾഡർ ഇറങ്ങി പോകുന്നുണ്ട്. അല്ലാതെ ഉള്ളവർ കുറെ പേര് വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ അടുത്ത് രണ്ടുപേരും ഒരേപോലത്തെ ബ്ലൗസ് ഇട്ടുണ്ട്. രണ്ടിന്റെ ഷോൾഡർ ഇറങ്ങി വല്ലാണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, തയ്യക്കാർ തയ്ച്ചു തരണല്ലേ എന്ന്. എന്താ പറയുക? അപ്പൊ നിങ്ങൾക്ക് അങ്ങനൊന്നും വരരുത്. നിങ്ങളിത് തയ്ക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന അളവിലൊക്കെ നിങ്ങൾ തയ്ച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഷോൾഡർ ഇറങ്ങി പോവില്ല, കഴുത്ത് ലൂസായി പോവില്ല. കഴുത്തൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പൊ അതുപോലെയൊക്കെ നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പഠിച്ചതല്ലാതെ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ആൾട്രേഷൻ ഞാൻ ചെയ്തതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ അതും പറ്റും. ഇനി നമുക്ക് കൈ നമ്മൾ നേരത്തെ വെട്ടി വെച്ചേക്കാണ്. ഇനിയിപ്പോ നമ്മൾ ലൈനിങ് വെട്ടുകയാണ്. കൈ ഇനി വണ്ണമൊക്കെ ഇതിൽ ചേർക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലൈനിങ് വെട്ടിയെടുക്കാം. ലൈനിങ് ബാക്ക് വെട്ടണം. ഇപ്പൊ ഞാൻ ഇതിന്റെ മെയിൻ പീസാണ് ആദ്യം വെട്ടിയത്. പക്ഷെ ലൈനിങ് ആയിരുന്നു വെട്ടാനുള്ളത്. പക്ഷെ സമയത്ത് ലൈനിങ് കിട്ടിയില്ല. ലൈനിങ് പിന്നെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ലൈനിങ് വെട്ടുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലൈനിങ് ആണ് ഞാൻ ഫസ്റ്റിലെ വെട്ടി വെക്കുന്ന സാരിക്കൊക്കെ.
പിന്നീട് മെയിൻ പീസ് വെട്ടുള്ളൂ. പാറ്റേൺ ഇങ്ങനെ വെച്ച് വെട്ടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ പറ്റും. ഒരു ഏറ്റിറക്കോ ഒന്നും വരില്ല, കറക്റ്റ് അളവിന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ പേപ്പർ പാറ്റേൺ വെട്ടി തന്നെ എല്ലാ ബ്ലൗസും ഞാൻ തയ്ക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ തയ്ക്കുക. സ്ട്രെയിറ്റ് കട്ടാണെങ്കിൽ പേപ്പർ പാറ്റേൺ ഒന്നും വെട്ടണ്ട, നമ്മൾ ബാക്ക് വെട്ടുന്നത് തന്നെ വെച്ച് നമുക്ക് ഫ്രണ്ടും വെട്ടി എടുക്കാവുന്നുള്ള. അതിന് പേപ്പർ പാറ്റേൺ വേണ്ട. പക്ഷേ നമ്മൾ ക്രോസ് ഒക്കെ വെട്ടുമ്പോൾ പേപ്പർ പാറ്റേൺ വേണം. അതുപോലെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്ത് കയറണം. അതായത് നമ്മൾ ഡോട്ട് ഇടാൻ പോവുകയാണ്. ഷോൾഡർ കണ്ടോ, തുല്യമായിട്ട് മടക്കി താഴെ അറ്റം വരെ. എന്നിട്ട് നമുക്ക് വലിയ കപ്പാണെങ്കിൽ കുറച്ച് മുമ്പിലോട്ട് താഴെ മടക്കാം. ഇല്ലെങ്കിൽ നോർമൽ ഇത്ര തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ കഴുത്ത് എന്ന് നിൽക്കണം. 11.5 ഇഞ്ചാണ് നമ്മൾ ഡോട്ടിന്റെ പോയിന്റ് ഇട്ടേക്കുന്നത്. അതെങ്ങനെയാണ് ഡോട്ട് പോയിന്റ് എല്ലാവരും കണക്കാക്കുന്നത്, ഈ 11.5 എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മളത് കണക്കാക്കി എടുക്കുന്നതെന്ന്. 10 എങ്ങനെ കണക്കാക്കും, 11 എങ്ങനെ കണക്കാക്കും, 11.5 നമ്മൾ എങ്ങനെ കണക്കാക്കും എന്നൊക്കെ പറഞ്ഞുതരാം. ഇതാ നമ്മൾ 1.5 ഇഞ്ച് വിട്ടിൽ ആണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ കറക്റ്റ് ഒരു സ്കെയിൽ വെച്ചൊക്കെ വരച്ച് തയ്ച്ചാൽ വളയോ ചെറുതായി പോകുമൊന്നുമില്ല. അതിനാണ് നമ്മൾ ഒരു വര സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. എന്നിട്ട് പിന്നൊക്കെ എടുത്ത് കുത്തി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. നിങ്ങൾക്ക് ഇത് നിങ്ങളങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് വരയ്ക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഡോട്ട് ഇടുമ്പോൾ വളഞ്ഞു പോകും. ഈ ഇത് മെയിൻ ഒരു ബ്ലൗസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആയതുകൊണ്ട് ഇത് വളയാനേ പാടില്ല. അത് മറിച്ച് ഒരടിയും കൂടെ നമ്മൾ അടിക്കും. അപ്പോൾ ഇനി അഥവാ ആദ്യം അടിക്കുമ്പോൾ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം. ഇനി നമുക്കിത് ആംഹോളിൻ്റെ ഡോട്ട് ഇടാം. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആംഹോൾ അവിടെ ഇങ്ങനെ വരും. അപ്പോൾ അതെങ്ങനെ എടുക്കുക, നമ്മൾ ഡോട്ട് പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മേലോട്ട് കയറ്റിയാണ് ഡോട്ട് ഇടാനുള്ളത്. പിന്നെ ആംഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വിട്ടിൽ നമുക്ക് ഇടാം. ഫ്രണ്ടിലെ ഡാട്ട് തുല്യമായിട്ട് മടക്കിയിട്ട് തുല്യമായിട്ട് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് 2 ഇഞ്ച് വിട്ടിൽ ഒരു 1/2 ഇഞ്ച് സൈഡിൽ എടുത്തിട്ട് വേണം ഡോട്ടിടാൻ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ ചരിച്ച് വെച്ചൊന്ന് വെട്ടണം, എന്നാലേ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കയറി ഇറങ്ങിയിരിക്കല്ലേ ഡോട്ട് ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കണമെങ്കിൽ ആ കയറി ഇറങ്ങിയിരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ കട്ടിങ്സ് ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ടിങ്സ് വെച്ച് തയ്ക്കണം. ഇതിന് ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കട്ടിങ്സ് ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. കട്ടിങ്സ് മറിയാതെ തയ്ക്കാനൊക്കെ ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാവാത്തവർ പഴയ ക്ലാസ്സുകളൊക്കെ ഒന്നും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൗസിൻ്റെ തയ്യൽ കണ്ടാൽ ഇതാ നമ്മൾ 2 ഡോട്ടും എല്ലാം ആയിട്ട് കട്ടിങ്ങും തയ്ച്ച് ഇനി നമുക്ക് നെഞ്ചിപ്പട്ട അടിക്കണം. നെഞ്ചിപ്പട്ട നമ്മൾ അടിക്കുമ്പോൾ 2 സൈഡും ഒരേപോലെയാണ് അടിക്കുന്നത്. അതായത് ഹൂക്കിൻ്റെ സൈഡും അയിപ്പടിയും രണ്ടും ഒരേപോലെ അടിക്കണം. പടി നമ്മൾ കൊടുത്തടിക്കണം. കൊടുത്തടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൂക്ക് വരിയാൻ എങ്ങനെയാണോ പടി അടിക്കുന്നത് അതേപോലെ തന്നെ അയിക്കും പടി അടിക്കണം. അതെന്തിനാണെന്നൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അടിക്കുന്നത്. പിന്നെ ഓൾട്രേഷൻ ക്ലാസ്സിൽ ഞാൻ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ഒന്ന് വിശദീകരിക്കുന്നില്ല. ഇനി അത് എല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരും.
ഒരുപാട് പേരും ബ്ലൗസിന്റെ ക്ലാസ് ചോദിക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ക്ലാസ്സൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നുള്ളതാണ്. ബ്ലൗസിന്റെ ക്ലാസ്സാണ് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ലാത്തത്. ബ്ലൗസ് തയ്ച്ചിട്ട് പറ്റാത്തതും കൊണ്ട് ബ്ലൗസിന്റെ ക്ലാസ് എല്ലാവരും എന്നോട് ചോദിച്ചത് കൊണ്ടാണ് എന്നാൽ ബ്ലൗസിന്റെ ക്ലാസ് ഞാൻ നേരത്തെ ഇടാന്ന് വിചാരിച്ചത്. ഇനി ഒരുപാട് ക്ലാസ്സുകളുണ്ട് നമുക്ക്. പിന്നെ കോട്ട് തയ്ക്കാൻ പഠിക്കണം, ഷർട്ട് തയ്ക്കാൻ പഠിക്കണം, അങ്ങനെ ചുരിദാറിന്റെ തന്നെ പല സൈസ് പഠിക്കണം. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. എന്നാലും ഞാൻ ബ്ലൗസ് ഒന്ന് നേരത്തെ പറഞ്ഞുതരാം. നമ്മൾ കണ്ടോ പടി കൊടുത്തടിക്കുകയാണ്. ഇത് ഹൂക്ക് വയ്ക്കാനുള്ള പടിയാണ്. ഇനി ഇത് ഐ വരിയാനുള്ള പടിയാണ്. നമ്മൾ ഹൂക്ക് വയ്ക്കാനും ഐ വരിയാനും ഒരുപോലെ തന്നെ പടിയടിക്കണം. സാധാരണ എല്ലാവരും ഹൂക്ക് വയ്ക്കാനുള്ള പടി ബോഡിയിലേക്ക് മടക്കി അടിക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതൊരു ബിഗ് മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ആൾട്രേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത് ചെയ്യരുതെന്ന് പറയുന്നത്, അങ്ങനെ എന്ത് മിസ്റ്റേക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തൊരു ആൾട്രേഷൻ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാകും. ഇപ്പം ഞാൻ ഇട്ട ആൾട്രേഷൻ പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് 2 പടിയും ഞാൻ ഇതുപോലെ കൊടുത്തടിക്കുന്നതെന്ന്. ഇനി നമുക്ക് ബാക്ക് ഡോട്ട് ഇടാം. ഇങ്ങനെ മടക്കിയിട്ട് ഡോട്ട് നമ്മൾ എങ്ങനെയാണ് കട്ടിങ്ങിന്റെ ഹൈറ്റിൽ എത്രയാണോ നമ്മൾ കട്ടിങ് എടുക്കുന്നത് അതേ ഹൈറ്റിലാണ് നമ്മൾ ഡോട്ട് ഇടാനുള്ളത് ബാക്ക്. അല്ലാതെ എല്ലാ ബ്ലൗസിനും കട്ടിങ് ഒരേ ഹൈറ്റിലല്ല ഇടാനുള്ളത്. നമ്മുടെ അളവിന് അത് പറ്റൂല. നമ്മൾ ഈ ബാക്ക് ഡോട്ട് ഇടുമ്പോഴാണ് ബാക്ക് ബ്ലൗസിനൊരു ഭംഗി വരുന്നത് കേട്ടോ, ഒരു ഷേപ്പ് വരുന്നത്. പലർക്കും ഡോട്ട് ഇടുന്നത് അത്ര താല്പര്യം ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡോട്ട് ഇടണ്ട. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൈഡ് ചരിച്ച് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിന് പടി വെച്ചടിക്കണം. പലരും പട്ടയും വെച്ചടിക്കാറില്ല. ആ ബ്ലൗസ് പീസ് തന്നെ ഒന്ന് മടക്കി അടിക്കാറാണ് പതിവ്. പക്ഷെ നമ്മുടെ ഇതിനത് ശരിയാവില്ല. നമുക്ക് എപ്പോഴും പട്ട ഇങ്ങനെ അടിക്കണം, എന്നാലേ ആ ബാക്ക് ഒരു പിടുത്തം വരുള്ളൂ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇങ്ങനെ എടുത്ത് വെക്കുമ്പം ഇറക്കമൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഒരുപാട് ഇറക്കത്തിലാണ് ബാക്കോ ഫ്രണ്ടോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെട്ടിയതിന് ശേഷം മാത്രമേ ഷോൾഡർ വെച്ചടിക്കാവൂ. ഞാൻ 1/2 ഇഞ്ച് കൂട്ടാൻ പറയുമ്പോൾ ചിലർ 1 ഇഞ്ച് കൂട്ടിക്കളയും. അപ്പോൾ ഒരുപാട് വ്യത്യാസം വരും. ആം ഹോൾ ഒരുപാട് വെട്ടി ഇറക്കേണ്ടി വരും. അതിനേക്കാളും ഷോൾഡർ കുറച്ച് കുറയ്ക്കാം. നിങ്ങൾ ഷോൾഡർ ചേർത്ത് അടിക്കുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്ന് പിടിച്ചു നോക്കുക. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. 10 ഇഞ്ച് എല്ലാ വശവും 10 ഇഞ്ച്. അതും പടി ചേർത്താണ് അടിക്കുന്നത് കേട്ടോ. പടി ചേർത്തേ നമ്മൾ അടിക്കാറുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ചാൽ കഴുത്ത് ടൈറ്റ് ആയിട്ടിരിക്കാനാണ് നമ്മൾ പടി ചേർത്ത് അടിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് പടി അകത്തോട്ട് പോകുന്നല്ലേ. ആയിക്കോട്ടെ, അകത്തോട്ട് പോകുന്നത് തന്നെ. പക്ഷെ അത് നമ്മളെ കഴുത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ബാക്ക് നമ്മൾ ഇതുപോലെ 10 ഇഞ്ച് എടുക്കുമ്പോൾ ആ കഴുത്തുണ്ടല്ലോ, കഴുത്തൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിച്ച് ഷോൾഡറിന് അങ്ങോട്ട് പിടിച്ച് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ ബാക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്താൻ. എന്നിട്ട് ഇത് രണ്ടും കൂടെ അടയാളപ്പെടുത്തിയ 2 സൈഡും കൂടെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം. 1/4 ഭാഗം ജോയിൻ ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് കൈ വെച്ച് തയ്ച്ചിട്ട് ജോയിൻ ചെയ്യാം. രണ്ട് സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്യണം. ഒരു 2-3 ബ്ലൗസൊക്കെ നിങ്ങൾ ഇതുപോലെ
തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ബ്ലൗസ് തയ്ക്കുന്നത് സാധാരണ ഒരു ബ്ലൗസ് തയ്ക്കുന്ന സമയത്തിന് ഇത് 2 ബ്ലൗസ് തയ്ക്കാം. ലൈനിങ് ആണെങ്കിൽ പോലും തയ്ക്കാം. അത്ര പെട്ടെന്ന് ഇത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ കൈക്കുഴി ഫ്രണ്ട് കുഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടോ, അത് കുഴിഞ്ഞു വന്നത് കണ്ടോ? അത് നമ്മൾ ആ ഡോട്ട് കറക്റ്റ് എടുക്കുമ്പോൾ ആ ഫ്രണ്ട് കൈക്കുഴി അവിടെ കുഴിയും. എന്നിട്ട് നമ്മൾ ആം ഹോൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ ഷോൾഡറിന്റെ ഭാഗം ആദ്യം വന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. എന്നിട്ടേ നമുക്ക് ഇനി കൈ വെച്ച് അടിക്കാൻ പറ്റും. രണ്ട് സൈഡും അതുപോലെ കട്ട് ചെയ്ത് ആം ഹോളൊക്കെ കട്ട് ചെയ്യാൻ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട, ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്ക് കൈ വെച്ചടിക്കാം. കൈയൊക്കെ നമ്മൾ കൊടുത്തടിച്ചായിരുന്നു. 2 സൈഡിലും നമ്മൾ കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ടുണ്ട്. കാരണം ആ സാരി പീസിൽ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കത് പോരാ, നമുക്ക് 2 ഇഞ്ച് വീതിയും കൂടെ വേണം. 8 ഇഞ്ചേ ഉള്ളായിരുന്നു, നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടിയത്. ആ 10 ഇഞ്ച് വീതി ഇപ്പം ഞാനിതിൽ കൂട്ടിയിട്ടുണ്ട്. കറക്റ്റ് 10 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചടിക്കാം. നിങ്ങൾക്ക് കൈക്ക് മാത്രമായിട്ട് ബ്ലൗസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൈ മാത്രമായിട്ട് തന്നെ ക്ലാസ് എടുക്കും. പലർക്കും കൈ ഒരു ആം ഹോള് കൈക്കുഴിയൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ ബ്ലൗസിന്റെ ക്ലാസ് വരുമ്പോൾ ഉറപ്പായിട്ടും കൈ മാത്രമായിട്ട് 1-2 ക്ലാസ് ഉണ്ടാവും. കാരണം കൈ പിന്നെ സാധാ കട്ടുണ്ട്, പിന്നെ കപ്പ് കൈയുണ്ട്. അപ്പം അതിനൊക്കെ വേറെ വേറെ കട്ടിങ്സ് ആണ്. അപ്പം അതൊക്കെ പറഞ്ഞുതരും. കൈ രണ്ടും തച്ചു. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ജോയിൻ ചെയ്യാണ്. ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും. അതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ആം ഹോളിന്റെ അവിടെ ഇങ്ങനെ മേളിലോട്ട് തന്നെ പിടിച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. താഴോട്ടായാലും കുഴപ്പമൊന്നുമില്ല. ആ തയ്യൽ തുമ്പ് താഴോട്ടിരുന്ന് വിചാരിച്ചും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ടോ, ആ കൈക്കുഴി രണ്ടും ഒരേ സ്ഥലത്ത് വരണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അല്ല തയ്ക്കുന്ന തയ്യൽ മേലോട്ടോ താഴോട്ടോ ഇരുന്നിട്ട് തയ്യൽ തുമ്പിരിക്കുന്നതല്ല വിഷയം. ആ തയ്യൽ തുമ്പിന്റെ അവിടെ വരുന്ന കൈക്കുഴി കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിതിന്റെ വണ്ണം അടിക്കാം. അളവ് ബ്ലൗസ് എടുത്തിട്ട്, അളവ് ബ്ലൗസിന്റെ ഇത് ലോങ് കൈയാണ്. അപ്പൊ ലോങ് കൈയിലെ അളവല്ല ഷോർട്ട് കൈക്ക് എടുക്കാനുള്ളത്. ലോങ് കൈക്ക് എടുക്കണതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ ഷോർട്ട് കൈക്ക് അളവെടുത്തിരിക്കണം. ഇത് ഈ സൈഡിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ചേ കുറയ്ക്കാവൂ. 1/2 ഇഞ്ച്, അതിൽ കൂടുതൽ കുറയ്ക്കുകയേ ചെയ്തു. കാരണം നമ്മൾ മൊത്തത്തിൽ 2 ഇഞ്ച് മാത്രമേ 2 സൈഡിലായിട്ട് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് വീതം ആദ്യം കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടിച്ച് വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തയ്യൽ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അരവണ്ണവും ചെസ്റ്റ് വണ്ണവും ഒക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട്, ചെസ്റ്റ് വണ്ണം അളക്കുന്നവരാണെങ്കിൽ, ഞാൻ ചെസ്റ്റ് വണ്ണം അളക്കാറില്ല. ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ വേസ്റ്റ് മാത്രമേ അളക്കാറുള്ളൂ. പിന്നെ ഞാൻ തയ്ച്ച ബ്ലൗസാണ് അളവിന് കൊണ്ടുവരുന്നതെങ്കിൽ ചെസ്റ്റ് വണ്ണം തയ്ച്ചു തീരുമ്പോൾ ഒന്ന് നോക്കും കറക്റ്റ് ആണോ എന്ന്. മറ്റൊരാൾ തയ്ച്ചു കൊണ്ടുവരുന്നത് ഞാൻ നോക്കൂല. കാരണം അത് ഒരുപാട് ഡിഫറൻസിൽ ഉണ്ടാവും. ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പം വല്ലാണ്ട് കുറഞ്ഞു ഇരിക്കും. എന്നാൾ ഞാൻ ആൾട്രേഷൻ കാണിച്ചാണ്ടില്ലേ, 52 ഇഞ്ച് ചെസ്റ്റ് വണ്ണമാണ് അവർ കൊണ്ടുവന്ന ബ്ലൗസിന്. ആ അളവ് നോക്കി ഞാൻ ബ്ലൗസ് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ശരിക്കും 49 ഇഞ്ചാണ് അവർക്ക് വേണ്ടിയത്. അപ്പൊ ഞാൻ ആ 52 വെച്ച് തയ്ച്ചാൽ എങ്ങനെ ഇരിക്കും? കൂടിപ്പോവും, കഴുത്തും വലുതാവും, കോളമാവും. അതുകൊണ്ട് നമ്മൾ
ആദ്യമായിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അളവിൽ തയ്ക്കുക, എന്നിട്ട് കസ്റ്റമർക്ക് ഇട്ട് നോക്കാൻ കൊടുക്കുക. വണ്ണം കൂട്ടണമെങ്കിലും പ്രശ്നമില്ല, കുറയ്ക്കണമെങ്കിലും പ്രശ്നമില്ല. നമുക്കിതിൻ്റെ വണ്ണം ഒന്ന് അളന്ന് നോക്കാം. ഒരടി അടിച്ചിട്ടുണ്ട്. ഇതാ ഏകദേശം ഒരു 1-1.25 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ രണ്ട് സൈഡിന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും. ഇതാ ആ ചെറുതായിട്ട് ഇങ്ങനെ മടക്കും. ഈ മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനത് ആം ഹോൾ ഉൾപ്പെടെയാണ് വണ്ണം കുറയ്ക്കുന്നത് കേട്ടോ. വണ്ണം കുറയ്ക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ആം ഹോളിലും ഒരു തയ്യൽ വരും. ആം ഹോളും കൂടെ നമ്മൾ വണ്ണത്തിൽ ഉൾപ്പെടുത്തും, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. രണ്ട് സൈഡും അതുപോലെ ചെറുതായിട്ട് ഒന്ന് കുറയ്ക്കുക. ഇത്രയും ചെയ്തിട്ട് ഞാനിത് കസ്റ്റമർക്ക് ഇട്ട് നോക്കാൻ കൊടുക്കും വേണമെങ്കിൽ. പക്ഷെ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ തയ്ച്ച ബ്ലൗസ് തന്നെയാണ് അളവുള്ളത്. അതുകൊണ്ട് എനിക്ക് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് അളവ് നോക്കി അടിക്കാം. ഇനി ഞാനിതിൻ്റെ കഴുത്ത് വെച്ച് തയ്ക്കുകയാണ്. കഴുത്ത് ഞാനിത് പൈപ്പിംഗ് ആണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പൈപ്പിംഗ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും പറയുന്നില്ല. പൈപ്പിംഗ് അടിച്ച് ബ്ലൗസ് ക്ലോസ് ചെയ്യാണ്. ഇതാണ് ആ ബ്ലൗസ്. കഴുത്ത് ഇനി വൈഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. എൻ്റെ ബാക്ക് ഇതാണ്, കണ്ടോ? ഓക്കെ.